ജോലി നേടാനും പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയി കരിയർ കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. അമേരിക്കയിലെ ഏറ്റവും ജനപ്രിയമായ വർക്ക് വിസകളിൽ ഒന്നായ H-1B വിസ പ്രോഗ്രാമിൽ വലിയ മാറ്റങ്ങളും കടുത്ത നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഒരുങ്ങുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുതിയ H-1B അപേക്ഷകർക്ക് $1,03,265 അപേക്ഷാ ഫീസായി ചുമത്താനുള്ള നിർദ്ദേശം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അഥവാ DHS മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. H-1B വിസ ലോട്ടറിയിൽ നിന്നും ചില സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഇളവുകളിലും വലിയ മാറ്റങ്ങൾ വരുത്താനാണ് പുതിയ നീക്കം. ആദ്യം H-1B വിസ എന്താണെന്ന് നോക്കാം. അമേരിക്കൻ കമ്പനികൾക്ക് IT, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ശാസ്ത്രം, ആരോഗ്യം, സാമ്പത്തിക മേഖല തുടങ്ങിയ വിദഗ്ധ മേഖലകളിൽ വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി നിയമിക്കാൻ സഹായിക്കുന്ന നോൺ ഇമിഗ്രന്റ് വർക്ക് വിസയാണ് H-1B വിസ. നിലവിലെ നിയമപ്രകാരം ഒരു വർഷം പരമാവധി 85,000 പുതിയ H-1B വിസകൾ മാത്രമാണ് അനുവദിക്കുന്നത്. ഇതിൽ 65,000 വിസകൾ ജനറൽ കാറ്റഗറിക്കാണ്. ബാക്കി 20,000 വിസകൾ അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് മാസ്റ്റേഴ്സ്, ഡോക്ടറേറ്റ് തുടങ്ങിയ ഉയർന്ന ബിരുദങ്ങൾ നേടിയ വിദേശ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ ഓരോ വർഷവും ഈ 85,000 വിസകൾക്കായി ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് എത്തുന്നത്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് ലോട്ടറി വഴി അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെയാണ് വിസ ക്യാപ് എക്സംഷൻ അഥവാ വിസ ക്യാപ് ഇളവ് പ്രധാനമാകുന്നത്. എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ 85,000 വിസ പരിധി ബാധകമല്ല. ചില പ്രത്യേക സ്ഥാപനങ്ങൾക്ക് ലോട്ടറിയിൽ പങ്കെടുക്കാതെ തന്നെ H-1B ജീവനക്കാരെ നിയമിക്കാൻ അവസരമുണ്ടായിരുന്നു. ഇവരെയാണ് ക്യാപ് എക്സംപ്റ്റ് എംപ്ലോയീസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 4 വിഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒന്നാമത്തേത് ബാച്ചുലർ, മാസ്റ്റേഴ്സ്, ഡോക്ടറേറ്റ് തുടങ്ങിയ ബിരുദങ്ങൾ നൽകുന്ന അംഗീകൃത സർവകലാശാലകളും കോളേജുകളും. രണ്ടാമത്തേത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങളാണ്. മൂന്നാമത്തേത് ശാസ്ത്രീയമായോ മെഡിക്കൽ ഗവേഷണമായോ പ്രധാന പ്രവർത്തനമായുള്ള നോൺ പ്രോഫിറ്റ് ഗവേഷണ സ്ഥാപനങ്ങളാണ്. മൂന്നാമത് ശാസ്ത്രീയമായോ മെഡിക്കൽ ഗവേഷണമായോ പ്രധാന പ്രവർത്തനങ്ങളുമായുള്ള നോൺ പ്രോഫിറ്റ് ഗവേഷണ സ്ഥാപനങ്ങളാണ്. നാലാമത്തേത് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റിസർച്ച് സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഈ ഇളവുകളിലും നിയന്ത്രണം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. റിഫോമിംഗ് ദ H-1B നോൺ ഇമിഗ്രന്റ് വിസ ക്ലാസിഫിക്കേഷൻ പ്രോഗ്രാം, അതായത് RIN 1615 AD00 എന്ന പേരിലുള്ള നിർദ്ദേശമാണ് OIRAക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ക്യാപ് എക്സംഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് നീക്കം. അതായത് എല്ലാ നോൺ പ്രോഫിറ്റുകൾക്കും യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് സ്ഥാപനങ്ങൾക്കും ഇനി എളുപ്പത്തിൽ ഈ ഇളവ് ലഭിക്കണമെന്നില്ല. ചില സ്ഥാപനങ്ങൾക്ക് ക്യാപ് എക്സംപ്റ്റ് പദവി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. H-1B നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ളതോ വിസ ദുരുപയോഗം ചെയ്തിട്ടുള്ളതോ ആയ കമ്പനികൾക്കെതിരെയും കൂടുതൽ കർശനമായ പരിശോധനയും നടപടികളും ഉണ്ടാകും. അതോടൊപ്പം ലോട്ടറിക്ക് വിധേയമായ പുതിയ H-1B അപേക്ഷകർക്ക് $1,03,265 ഫീസ് നൽകണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വന്നിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഡിഗ്രി എക്സംഷൻ ഉള്ളവർക്കും ഈ ഫീസ് ബാധകമാണ്. ഈ ഭീമമായ ഫീസിലൂടെ പ്രതിവർഷം ഏകദേശം $8.8 ബില്യൺ വരുമാനം ലഭിക്കുമെന്നാണ് DHS കണക്കാക്കുന്നത്. ഈ മാറ്റങ്ങൾ ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്ക അനുവദിക്കുന്ന H-1B വിസകളിൽ 70% ഇന്ത്യൻ IT വിദഗ്ധരും പ്രൊഫഷണലുകളുമാണ് ഉള്ളത്. സാധാരണയായി H-1B അപേക്ഷാ ചെലവ് ഏകദേശം $2,000 മുതൽ $5,000 വരെയായിരുന്ന സാഹചര്യത്തിലാണ് $1,03,265 എന്ന വലിയ തുക വരുന്നത്. ഇതോടെ ഇന്ത്യൻ പ്രൊഫഷണലുകളെ സ്പോൺസർ ചെയ്യുന്നതിൽ നിന്ന് ചില അമേരിക്കൻ കമ്പനികൾ പിന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. അമേരിക്കയിൽ വലിയ തുക ചെലവഴിച്ചു പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇത് ആശങ്കയുണ്ടാക്കും. പഠനം പൂർത്തിയാക്കിയ ശേഷം F1 വിസയിൽ നിന്ന് H-1B വിസയിലേക്ക് മാറുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ ജീവനക്കാരുടെ ആവശ്യം അമേരിക്കയിൽ തുടരുകയാണ്. അതുകൊണ്ട് ഉയർന്ന ഫീസും കൂടുതൽ നിയന്ത്രണങ്ങളും കമ്പനികളുടെ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. H-1B പ്രോഗ്രാമിന്റെ സുതാര്യതയും വിശ്വസ്തതയും വർദ്ധിപ്പിക്കുക, അമേരിക്കൻ തൊഴിലാളികളുടെ വേതനവും ജോലി സാഹചര്യങ്ങളും സംരക്ഷിക്കുക എന്നിവയാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ അമേരിക്കൻ ടെക്നോളജി മേഖലയിൽ ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കുന്നതിന് ഇത്തരം കടുത്ത നിയന്ത്രണങ്ങൾ തടസ്സമാകുന്നു എന്ന ആശങ്കയും വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. ഒരു പ്രധാന കാര്യം കൂടി ഓർക്കണം, ഈ മാറ്റം നിലവിൽ പ്രപ്പോസൽ ഘട്ടത്തിലാണ്.
ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം 30 അല്ലെങ്കിൽ 60 ദിവസത്തെ പബ്ലിക് കമന്റ് പ്രക്രിയയിലൂടെ കടന്നുപോയ ശേഷമേ അന്തിമ തീരുമാനം നിലവിൽ വരികയുള്ളൂ. മുൻപ് നടപ്പിലാക്കാൻ ശ്രമിച്ച $1,00,000 ഫീസ് ഫെഡറൽ കോടതി തടഞ്ഞിരുന്നു. അതിനാൽ പുതിയ നിർദ്ദേശത്തിനും ശക്തമായ നിയമപരമായ വെല്ലുവിളികൾ കോടതികളിൽ നിന്ന് നേരിടേണ്ടി വരാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും അപ്ഡേറ്റുകളും അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.